വൈറ്റ് റൈസ് കഴിക്കും ചെയ്യരുത്. ആ കഴിക്കേ ചോറ് കഴിച്ചില്ലേന്ന് വേണ്ടില്ല. ഞാനിപ്പോൾ ഈ ഇവൻ്റെ സൈനുവിൻ്റെ ഒക്കെ ഒപ്പം പോയിട്ട് ഈ ആഴ്ച ഒരു എന്താ പറയുക ഇതിന് കഴിക്കേണ്ടി വന്നു. അല്ലാ, അതിൻ്റെ ഒരു അത് പിന്നീട് 2-3 വട്ടം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അച്ഛനെ ഈ ആഴ്ച ആ ചോറ് കഴിച്ചല്ലോ ഇങ്ങനെ മനസ്സിലൊരു ഇടങ്ങേറ്. കാരണം ഞാൻ വീട്ടിലാണെങ്കിൽ ഈ ഇത് കഴിക്കൂല. ഇതാ എൻ്റെ വീട്ടിലെ കുട്ടികൾ പറഞ്ഞു ചോദിച്ചു നോക്കി അവരോട്, എനിക്ക് വെക്കാൻ വേറെ ചോറാണ്. അത് കുത്തരി എന്ന് പറഞ്ഞാൽ എന്ത് പോകാത്തത്, തവിടൊരു അശേഷം പോകാത്തത്, ഉമി മാത്രമേ പോകുള്ളൂ. അത് തിന്നാനൊരു സുഖം ഉണ്ടാവില്ല. പക്ഷേ അത് കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയും, ഷുഗർ കുറയും. അത് കഴിച്ചാൽ അതാണ് യഥാർത്ഥ ചോറ്. പഴയ കാലത്തെ ചോറ് കഴിച്ചാൽ തന്നെ പ്രമേയം ഉണ്ടാവില്ല. അക്കാലത്ത് പ്രമേയം ഉണ്ടാവും മുതലാളി മതിക്കോലിക്ക് കുത്തിയാൽ പൂതി തീരില്ല. പെണ്ണുങ്ങൾ നിർത്തിയിട്ട് കുത്തി കഴിയാം. കുത്തിയിട്ട് എവിടെ എത്തണം? വെളുക്കണം. ഓർക്ക് പ്രമേയം ഉണ്ടായിട്ടുണ്ട്. വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഒരടങ്ങായോ 2 അടങ്ങായോ നെല്ലാണ് കൂലിട്ടുക. അത് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഓട്ടിലിട്ട് വറുത്തിട്ട് അതൊന്ന് കുത്തിയിട്ട് ഉമി മാത്രം കളഞ്ഞ് കുട്ടികൾക്ക് കഞ്ഞിയും ചോറും വെച്ച് കൊടുക്കണം. പഴയ കാലത്തെ സാധുക്കളായ മനുഷ്യന്മാർ അവരാ ഭക്ഷണത്തിൽ എന്തുണ്ടാവും? പള്ളം നിറച്ച് എന്തുണ്ടാവും? തവിടുണ്ടാവും. അവർക്ക് രോഗം ഉണ്ടാവില്ല. ഇത് വെളുപ്പിച്ച് പെണ്ണുങ്ങളെ നിർത്തിയിട്ട് കുത്തിക്കും മുതലാളിമാർ. അവർക്ക് ഷുഗറുണ്ടാവും. കാരണം അവർക്ക് എന്ത് കിട്ടൂല? തവിട് കിട്ടൂല. ആ കുറ്റ തവിട് പിന്നെ പോത്തിന് കൊടുക്കും. പോത്തിനാണ് പിന്നെ ആരോഗ്യം ഉണ്ടാവുക. കാക്ക എന്നുള്ള പോത്തിന് ഉണ്ടാവില്ല. കാക്ക വളർത്തുന്ന പോത്തിന് ആരോഗ്യം ഉണ്ടാവും. നമ്മൾ ഇതൊക്കെ ചിന്തിക്കാം. തവിട് കളഞ്ഞ ഒരു അരി കഴിക്കാൻ ചെയ്യുന്നത്, തവിട് കളഞ്ഞത് ഇതൊന്നുമല്ല. നമ്മളെ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഒരു കാര്യം തവിട് കളഞ്ഞ അരി കേരളത്തിൽ നിയന്ത്രിക്കുക. എന്നാൽ കേരളക്കാർ നമ്മളേതായാലും ചോറ് കഴിക്കൂല. കേരളക്കാരുടെ പ്രധാന ഭക്ഷണം എന്താ? ചോറല്ലേ? അതെ. നമ്മൾ എന്താണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്നാൽ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വരുന്ന തവിടില്ലാത്ത അരി നിരോധിക്കണം. തവിടില്ലാത്ത ഒരരിയും കേരളത്തിൽ വിൽക്കാൻ പാടില്ല, നിരോധിക്കണം. ഒരു 4 കൊല്ലം കൊണ്ട് നമ്മൾ അവസ്ഥ തിരിച്ചു വരും. ഈ സർക്കാർ താഴെ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന് ഫലം കാണും. ഈ ഡയാലിസിസ് സെൻ്ററുകൾ ഇങ്ങനെ കൂട്ടേണ്ട ആവശ്യം പിന്നെ നമുക്ക് വരില്ല. ഇന്നിപ്പോൾ ഡയാലിസിസ് സെൻ്റർ കൂടുക. എന്താ കാരണം? പ്രമേയം കൂടി, കിഡ്നി പോയി. ഷുഗറിനേക്കാൾ പ്രശ്നം ഷുഗറിന് കഴിക്കുന്ന ഗുളികയാണ്. ഷുഗറിന് കഴിക്കുന്ന ഗുളിക വളരെ അപകടകരമാണ്. ഷുഗറിനേക്കാൾ അപകടകരമാണ് ഷുഗറിന് കഴിക്കുന്ന ഗുളിക. കരുത്ത് പൂർണ്ണമായി നഷ്ടപ്പെടുത്തും. അപ്പോൾ ഇതൊക്കെ വളരെ നമ്മൾ മനസ്സിലാക്കണം, നല്ലോണം മനസ്സിലാക്കണം, നല്ലോണം ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വൈറ്റ് റൈസ് കഴിക്കരുത്. അത് കേരള സർക്കാർ നിരോധിക്കണം. കേരള സർക്കാർ കേരളത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ, ഈ സർക്കാർ കുറേ പാലൊന്നും കെട്ടണ്ട. ഇവിടെ പാലൊക്കെ അത്യാവശ്യത്തിനുണ്ട്. അതൊക്കെ അത്യാവശ്യത്തിന് ഇവിടെ പാലമുണ്ട്, അത്യാവശ്യത്തിന് ഇവിടെ റോഡുണ്ട്. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ആകെ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ. തമിഴ്നാട് ആന്ധ്രയിൽ നിന്നാണല്ലോ ഇപ്പോൾ ഇവിടെ അരി വരിക. ഈ അരിയിൽ എന്തുണ്ടാകാൻ പാടില്ല? വൈറ്റ് റൈസായ കേരളം തിരിച്ചു. ഉമി മാത്രം കളഞ്ഞ അരിന് കൊണ്ടുവരിക കേരളത്തിൽ. അത് ഒരു കൊല്ലം കേരളത്തിൽ കഴിച്ചാൽ കേരളത്തിലെ പ്രമേഹ രോഗികൾ പൗതിയാവും. ഇന്ന് പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാണ് കേരളം. എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കേരളം രോഗങ്ങളുടെ തലസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് പാലവും റോഡും ഉണ്ടാക്കുന്നതല്ല, യൂണിവേഴ്സിറ്റി അല്ല. ഇവിടെയൊക്കെ മനുഷ്യന്മാർക്ക് ആരോഗ്യം വേണ്ടടൂ. ഇവിടെ യൂണിവേഴ്സിറ്റി ഒക്കെ ആവശ്യത്തിനുണ്ട്. ഇവിടെ വിമാനത്താവളം ആവശ്യത്തിനുണ്ട്. ഇങ്ങനെ വിമാനത്താവളം നാടായതാ. ഇത്ര പോകുന്ന നാട്ടിലാണ് എത്ര വിമാനത്താവളം? തിരുവനന്തപുരത്ത് വിമാനത്താവളം, കൊച്ചി വിമാനത്താവളം, കരിപ്പൂർ വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം, ഇപ്പോൾ ഇതാ കാസർഗോഡ് അടുത്ത് വിമാനത്താവളം, വയനാട് പോയി. അപ്പം ഇത്ര പോകുന്ന നാട്ടിൽ ഒരു ആകെയുള്ള ഒരു പഴയ ഇത്ര പോകുന്നൊരു വൈദ്യ കുമ്പളങ്ങൻ്റെ അത്രയേ ഉള്ളൂ കേരളം. അതിലാണ് ഇപ്പോൾ ഈ കാണും വിമാനത്താവളമൊക്കെ. ഇനി ഇവിടെ വിമാനത്താവളത്തിന് ആവശ്യമില്ല. ഇനി ഇവിടെ പുതിയ റോഡും തോടും ഒന്നും ഉണ്ടാക്കണ്ട. 44 പുഴയുണ്ട് കേരളത്തിൽ. ഇനി ഒരു പുഴ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ആരോഗ്യമാണ് മനുഷ്യന് വേണ്ടത്. മനസ്സിലായില്ലേ? ആരോഗ്യം നിയന്ത്രിക്കാൻ എന്താണ് സർക്കാർ ചെയ്യേണ്ടത്? വൈറ്റ് റൈസ് കേരളത്തിൽ നിരോധിക്കുക. ഇത് മാത്രം നിരോധിച്ചാൽ മതി. വൈറ്റ് റൈസ് നിരോധിച്ചാൽ തന്നെ കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം പകുതിയായി കുറയും. ഉറപ്പ്, യാതൊരു സംശയവും. അത് പറ്റൂല. എൻ്റെ മുഖ്യമന്ത്രി ഇന്ന് മുതൽ പ്രഖ്യാപിക്കണം, കേരളത്തിൽ എൻ്റെ നാട്ടിൽ ഒരാളും വെളുത്ത അരി കഴിക്കാൻ പാടില്ല. അതിൻ്റെ പേരിൽ അയാൾക്ക് അധികാരം നഷ്ടപ്പെട്ടോട്ടെ. കേരളത്തിൽ എക്കാലത്തും അയാൾ നോക്കും.
കാരണം ഇതുപോലത്തെ നന്മ ഇനി വരാനില്ല. ഈ സർക്കാർ ചെയ്യേണ്ടത് വൈറ്റ് റൈസ് കേരളത്തിൽ നിരോധിക്കുക തന്നെ വേണം. അല്ലാതെ ഡയാലിസിസ് സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും അതിൻ്റെ ഉദ്ഘാടനത്തിൽ വരികയല്ല വേണ്ടത്. അത് ഞങ്ങൾ വരൂല എന്ന് പറയണം. കാരണം ഡയാലിസിസ് സെൻറ്റർ അധികരിക്കുക എന്നത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയല്ല, ആ രാജ്യത്തിൻ്റെ അധോഗതി. ആണോ അല്ല? നിങ്ങൾ പറയും ഡയബറ്റീഷ്യന്മാർ അധികരിക്കുക, രോഗികൾ പ്രധാനപ്പെട്ട ഡോക്ടർമാർക്ക് മുഴുവൻ പ്രമേയം ചികിത്സിക്കുന്ന പണിയാക്കുക. പിന്നെ നിങ്ങൾ പോയി നോക്കി, നിങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി നോക്കി, അവിടെ കൂടുതൽ വിൽക്കുന്ന ഗുളിക എന്തിൻ്റെ ആയിരിക്കും? ഷുഗറിൻ്റെ ഗുളിക. പിന്നെ നാട് മുഴുവൻ ഡയാലിസിസ് സെൻ്ററുകൾ. ഇത് പകുതിയാക്കി കുറക്കാൻ 5 കൊല്ലം കൊണ്ട് മുഖ്യമന്ത്രി സതീശന് കഴിയും. കേരളത്തിൽ എന്ത് നിയന്ത്രിക്കാം? വൈറ്റ് റൈസ് നിയന്ത്രിക്കാം. തവിടില്ലാത്ത അതും അടിച്ച് എന്താ പറയുക, പെയിൻ്റ് അടിച്ച് വരരുത് കേരളത്തിലേക്ക്. അവരെ ജയിലിലിടണം. അരിയിൽ പെയിൻ്റ് അടിച്ചവനെ അരിയിലേക്ക് തവിടിൻ്റെ കളർ പെയിൻ്റ് അടിച്ച് കൂട്ടിച്ച് കളഞ്ഞു. അവരെ ഉടനെ അവരെ പുറത്ത് വിടരുത്. അവർ ഇരുമ്പ് മറൻ്റെ ഉള്ളിലാക്കണം. അവരെ പിടിച്ച് ജയിലിലിടണം. മനുഷ്യന് ആരോഗ്യം വേണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം. ഏറ്റവും ചുരുങ്ങിയതാണ് കേരളം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം. തുരങ്ക റോഡല്ല, തുരങ്കൊക്കെ എമ്പാട് ഇവിടെ ഉണ്ടായി. ഇപ്പം എന്തൊക്കെ തുരങ്കത്തിൽ കൂടെ പോകണം, മനുഷ്യന്മാർ വേണ്ടേ? എടാ, തുരങ്കത്ത് പോയി നോക്കണമെങ്കിൽ നിനക്ക് മര്യാദയ്ക്ക് അസ്തമല്ലാതെ നടക്കാൻ കഴിയണ്ടേ? ഇനിയിപ്പോൾ ഇവിടെ തുരങ്ക റോഡ് വരിക, എങ്ങനെ അവിടെ പോയി നോക്കാം? എനിക്ക് വലിവല്ലേ? നമ്മൾ തുരങ്ക റോഡൊന്നല്ല ഇപ്പോൾ മുഖ്യമന്ത്രി സതീശൻ ഉണ്ടാക്കേണ്ടത്. മുഖ്യമന്ത്രിയോട് എൻ്റെ വിനീതമായ അഭ്യർത്ഥന, മുഖ്യമന്ത്രി ചെയ്യേണ്ടത് കേരളത്തിൽ ഇന്ന് മുതൽ വൈറ്റ് റൈസ് നിരോധിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. തവിടില്ലാത്ത ഒരരിയും എൻ്റെ നാട്ടിൽ പാടില്ല. അതിൻ്റെ പേര് എന്ത് പ്രശ്നം? ജനങ്ങൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യമില്ല. ജനങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം ഇടൂ? സ്വന്തം വിഷം കുടിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഞങ്ങളെ മുന്നിൽ വെച്ചിട്ട് സ്വാതന്ത്ര്യമല്ലേ? ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ മുന്നിൽ വെച്ച് വിഷം കുടിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്ത് സ്വാതന്ത്ര്യമുണ്ട്? ഞങ്ങളില്ലാത്തല്ലേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ വിഷം കുടിക്കുക, അടിച്ചിട്ട് അണ്ണി ഞങ്ങൾ കളയും. എന്താണ് മനുഷ്യന്മാരെ മുന്നിലിട്ട് വിഷം കുടിക്കുക? എന്താണ് വിചാരിച്ച്? ഒരു മനുഷ്യനെ കൊല്ലുകയാണിത്. അപ്പം ഇതിന് തയ്യാറാകണം. ഇപ്പം ചക്കയെക്കുറിച്ച് ഉള്ള പഠനം എന്താ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം പുറത്തുവന്നു 2025. ചക്ക കൊളസ്ട്രോൾ ഇല്ലാതെയാക്കും. പച്ചച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേകതരം പോളിസാക്കറൈഡുകളും ഫൈറ്റോകെമിക്കലുകളും ശരീരത്തിലൂടെ ലിപ്പിഡ് മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേകമായി സഹായിക്കും. കൊളസ്ട്രോൾ ഇല്ലാതെയാക്കും എന്നർത്ഥം. അതായത് പച്ചച്ചക്കയിൽ അടങ്ങിയിട്ടുള്ള പോളിസാക്കറൈഡുകൾ, ഫൈറ്റോകെമിക്കലുകൾ, ഇത് ശരീരത്തിലെ കൊഴുപ്പ്, അതായത് ലിപ്പിഡ് മെറ്റബോളിസം, അത് നിയന്ത്രിക്കുന്നതിൽ വലിയ ഘടകം എന്തിനുണ്ട്? പച്ചച്ചക്കുണ്ട് എന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം കണ്ടെത്തി. ചക്കയിലെ ഉയർന്ന നാരുകൾ ദഹനനാളത്തിൽ വെച്ച് കൊളസ്ട്രോളുമായി ഒട്ടിപ്പിടിക്കുകയും അവ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് തടയുകയും ചെയ്യും. അപ്പോൾ കൊളസ്ട്രോളിന് ശരീരത്തിൽ വ്യാപരിക്കാൻ കഴിയില്ല. എന്ത് കഴിക്കുമ്പോൾ? ചക്ക കഴിച്ചാൽ. ചക്കയിലെ ഫ്ലേവനോയിഡുകൾ കരളിലെ മെറ്റബോളിസം മെച്ചപ്പെടുത്തി കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയും. ഇത് ഹാർട്ട് അറ്റാക്കിനെ നിയന്ത്രിക്കും. പഴയ കാലത്തില്ലല്ലോ, ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്കാണ്. ഒരു കാലത്ത് പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തതാണ് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു ഹാർട്ട് അറ്റാക്കാണ്. രക്തസമ്മർദ്ദം അധികരിച്ചു, ഹാർട്ട് അറ്റാക്ക് വർദ്ധിച്ചു. വലിയൊരു ശതമാനം ആളുകൾ മരിക്കുന്ന ഹാർട്ട് അറ്റാക്കാണ്. ഈ ഹാർട്ട് അറ്റാക്കിനെ നിയന്ത്രിക്കാൻ എന്തിനു കഴിയും? ചക്ക എന്നല്ല, എന്ത് ചക്ക? പച്ചച്ചക്ക കഴിക്കുക. പച്ചച്ചക്കയിലെ നാരുകൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കും, ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെയാക്കും. പഴയ കാലത്ത് അങ്ങനത്തെ സംഗതിയില്ല. കറന്റ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സയൻസിൻ്റെ പഠനം ഈ വർഷം പുറത്തുവന്ന പഠനം. എന്താണ് പഠനം? പച്ചച്ചക്കപ്പൊടി പതിവ് പ്രഭാത ഭക്ഷണത്തിന് പകരമായി നൽകിയപ്പോൾ രോഗികളുടെ ഹൃദയാരോഗ്യ സൂചകങ്ങൾ വലിയ പുരോഗതി രേഖപ്പെടുത്തി. അതായത് ഹാർട്ട് അറ്റാക്കാണ് സാധ്യത കുറഞ്ഞു. പച്ചച്ചക്കയുടെ പൊടി കൊടുക്കുക. പല നാടുകളിലും അവർക്കൊന്നും എന്തില്ല, ചക്കല്ല. അപ്പോൾ ഈ നാടുകളിൽ നിന്ന് കൊണ്ടുപോയി ഉണക്കിയ പൊടിയാണ് അവർ ഉപയോഗിക്കുന്നത്, അതും മതി. അപ്പോൾ പച്ചച്ചക്ക സ്ഥിരമായി ഉപയോഗിച്ചതിൻ്റെ ഗുണം എന്തായിരിക്കും? രോഗികളുടെ ടോട്ടൽ കൊളസ്ട്രോള്, അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ LDL, അതേപോലെ തന്നെ ഇതെല്ലാം വലിയ തോതിൽ കുറക്കാൻ ചക്കയിലെ ഘടകങ്ങൾക്ക് സാധിച്ചു. രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടഞ്ഞ് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിച്ചതായി ഈ പഠനം വ്യക്തമാക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനമാണ് 2026 പുറത്തു വന്നത്. കറന്റ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് സയൻസിൻ്റെ പഠനമാണ് ഈ പറഞ്ഞത്. ചക്കക്കുരു കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ചക്കക്കുരു വളരെ നല്ലതാണ്. ചക്കക്കുരു സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവില്ല? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. 2025 പഠനം. ചക്കയുടെ ചുള മാത്രമല്ല, ചക്കക്കുരു കൊളസ്ട്രോൾ കുറക്കാൻ വളരെ ഫലപ്രദമാണെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി ഈ കഴിഞ്ഞ കൊല്ലം.
മനസ്സിലാവേണ്ട പറഞ്ഞത് ചിന്തിക്കണം. ചക്കക്കുരു ഇതിപ്പോൾ നിൽക്കുള്ള കുട്ടിയൊക്കെ പറ്റൂല. ചക്കക്കുരു കൊളസ്ട്രോൾ നിയന്ത്രിക്കും, പ്രമേയം നിയന്ത്രിക്കും, എല്ലാം നിയന്ത്രിക്കും. ഉയർന്ന കൊഴുപ്പുള്ള ഭക്ഷണം നൽകിയ ലാബ് ജീവികളിൽ ചക്കക്കുരു പൊടി നൽകിയപ്പോൾ അവരുടെ കരളിലെയും രക്തത്തിലെയും കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞതായി കണ്ടെത്തി. ചക്കക്കുരു ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ LDL കുറക്കുകയും നല്ല കൊളസ്ട്രോളായ HDL കൂട്ടുകയും ചെയ്യും എന്ന്. അതായത് LDL കുറച്ചിട്ട് HDL കൂട്ടും. അതായത് ചീത്ത കൊളസ്ട്രോൾ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടും. എന്ത്? ചക്കക്കുരു. നമ്മൾ ഒരു കൊല്ലം മുഴുവൻ ഉപയോഗിക്കാൻ മാത്രമല്ല ചക്കക്കുരു പാത്ത് വെക്കും. അത് ആവശ്യത്തിന് അന്ന് ഉപയോഗിക്കുള്ളൂ. ബാക്കി അങ്ങനെ കെട്ടിയേക്കും. ചേവുമ വരും, മണ്ണിൻ്റെ അടിയിലിട്ടും. എന്നാൽ ആവശ്യത്തിനായി ഇങ്ങനെ എടുക്കും. കർക്കിടക മാസത്തിൽ ചക്കക്കുരു ചുട്ടുന്നു ഇല്ല, ഉണ്ടായിരുന്നില്ല? ചക്കക്കുരു ചുട്ടുന്നു. അന്ന് കാര്യമായ ഭക്ഷണമൊന്നും ഇല്ലാത്ത കാലം കർക്കിടക മാസം. ആളുകൾക്ക് പണി കുറവായിരിക്കും. ഏകദേശം നെല്ല് കഴിഞ്ഞ മകരമാസത്തിലെ കൊയ്ത്തിലെ നെല്ലാണ് ഉണ്ടാകുക. അത് ആ സമയമാകുമ്പോഴത്തേനൊക്കെ നെല്ലൊക്കെ കഴിഞ്ഞ് തീർന്നാൽ പിന്നെ ചക്കക്കുരു ചുട്ടുന്ന ഇതൊക്കെയാണ് ചെയ്യുക. അത് നമുക്ക് ദാരിദ്ര്യത്തിന് പരിഹാരമായിട്ട് അന്ന് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ അത് ആ മനുഷ്യന് ഔഷധ ഗുണങ്ങളെ കൂട്ടി രോഗമില്ലാതെയാക്കി. ഇതൊക്കെ പുതിയ കാലത്തെ പഠനമാണ്. എന്ന് ഉയർന്ന കൊഴുപ്പുള്ള ചക്കക്കുരു ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ LDL കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ HDL കൂട്ടുകയും ചെയ്യുന്നതായി പുതിയ പഠനം വ്യക്തമാക്കി. ഓക്സ്ഫോർഡിൻ്റെ പഠനം 2025 പുറത്തു വന്ന ഓക്സ്ഫോർഡിൻ്റെ പഠനം എന്താണ്? ചക്കയിൽ അർട്ടോകാർപ്പസിൻ, നോറോട്ടോകാർപ്പറ്റിൻ എന്നിവ വളരെ ശക്തമായ അളവിൽ ഉണ്ടായത് കൊണ്ട് ഫിനോളിക് ക്യാൻസറിൻ്റെ പ്രതിരോധിക്കാൻ ചക്കക്ക് കഴിയും. ഇതെല്ലാം ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ചില നോറോട്ടോകാർപ്പറ്റിൻ, അതേപോലെ തന്നെ ആർട്ടോകാർപ്പസിൻ എന്നീ ഘടകങ്ങൾ അതിശക്തമായി ഉള്ള ഒരു പദാർത്ഥമാണ് ചക്ക. അതുകൊണ്ട് ആ ചക്ക എന്താണ്? ഫിനോളിക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ആ ചക്കക്ക് കഴിയും. ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കും. കോശങ്ങൾ DNA എന്താ പറയുക, അതായത് ക്യാൻസർ കോശങ്ങൾക്ക് വളരാനുള്ള സാധ്യതയെ ചക്ക തടയും എന്നർത്ഥം. അതായത് ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ ആ ക്യാൻസർ കൂടുതൽ വളരാതിരിക്കാൻ എന്ത് മതിയാകും? ചക്ക സ്ഥിരമായി ഉപയോഗിക്കുക. വലിയ പുതിയ ഗവേഷണം. ചക്കക്കുരുവിലെ ഘടനകൾക്ക് ആൻജിയോജനിസിസ് ക്യാൻസർ കോശങ്ങൾക്ക് വളരാൻ പറ്റിയ സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കും. കേംബ്രിഡ്ജിൻ്റെ മറ്റൊരു പഠനം 2020 പുറത്തു വന്ന ചക്കയെപ്പറ്റിയുള്ള പഠനം ക്യാൻസർ ബാധിച്ച് കീമോതെറാപ്പി ചികിത്സയ്ക്ക് വിധേയരാകുന്ന രോഗികൾക്ക് പച്ച ചക്കപ്പൊടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ അവരുടെ കീമോയുടെ ദുഷ്ഫലങ്ങളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. മനസ്സിലായില്ല? ഇപ്പോൾ കീമോ ചെയ്ത മനുഷ്യന്മാർ സ്വാഭാവികമായും ഉണങ്ങുമല്ലോ. അള്ളാഹു തആല ക്യാൻസറിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ രോഗത്തിനെ തൊട്ട് അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ആ രോഗത്തിന് പുതിയ പഠനമാണ് കേംബ്രിഡ്ജിൻ്റെ പഠനം. ഇപ്പോൾ കേംബ്രിഡ്ജിൻ്റെ 2020 പുറത്തു വന്ന പഠനം. ശ്രദ്ധിക്കണേ, എന്താ പഠനം? ചക്ക ക്യാൻസർ ബാധിച്ചിട്ട് കീമോക്ക് വിധേയരായി ഉണങ്ങിപ്പോയി. കീമോ എന്ന മുടി സ്വാഭാവികമായി എന്താ കൊഴിഞ്ഞോ, ശരീരത്തിലെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. അത് ആ രോഗികൾക്ക് പച്ചച്ചക്കര പൊടി അത് നൽകിയപ്പോൾ അവരുടെ ഇതിൻ്റെ ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ എന്തിന് കഴിഞ്ഞു? ഈ ചക്കക്ക് കഴിഞ്ഞു എന്ന് കണ്ടെത്തി 2020 ഓക്സ്ഫോർഡിൻ്റെ കേംബ്രിഡ്ജിൻ്റെ പഠനം. കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ രോഗികൾ പ്രതിരോധ കോശങ്ങൾ കുറയുന്ന അവസ്ഥയാണ് ലുക്കോപീനിയ. ചക്കയുടെ പ്രകൃതിദത്ത പെക്റ്റിൻ, ബോൺമാരോ, അതായത് എല്ലിനുള്ളിലെ മജ്ജയിലൊക്കെ വരുന്ന ദോഷങ്ങൾ അതെല്ലാം ഇതുവഴി ഉണ്ടായ ലൂക്കോപീനിയ ഇതിൻ്റെ സാധ്യതയെ പൂർണ്ണമായി തടയുകയും ബോഡി റിക്കവർ ചെയ്യാൻ ഉപകരിച്ചു. അതായത് കീമോ ഒക്കെ ചെയ്തിട്ട് ശരീരമൊക്കെ ശോഷിച്ചു പോയ ആളുകൾ അവർ വീണ്ടും റിക്കവറായി വന്നു. എന്ത് കഴിച്ചപ്പോൾ? സ്ഥിരമായി പച്ചച്ചക്കര പൊടി. അതായത് അവരെ നാട്ടിൽ നമ്മളെപ്പോലെ ചക്കയില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായി ചക്ക കഴിച്ചതിൻ്റെ ഗുണം എന്താ? വെസ്റ്റ് ഇൻഡീസ് യൂണിവേഴ്സിറ്റി 2021 ആ വെസ്റ്റ് ഇൻഡീസ് യൂണിവേഴ്സിറ്റിയുടെ പഠനം പുറത്തു വന്നിട്ടുണ്ട്. ചക്കയിൽ ഉയർന്ന അളവിലുള്ള അർട്ടോകാർപ്പിൻ എന്ന ഫ്ലേവോൺ ഘടകം കുടലിലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതായി കണ്ടെത്തി. ചക്കയിലെ ഉയർന്ന അളവിലുള്ള അർട്ടോകാർപ്പിൻ എന്നത് ക്യാൻസറിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്നതായി കണ്ടെത്തി. ചക്കയുടെ എക്സ്ട്രാക്റ്റ് ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ കുടലിലെ ക്യാൻസർ ട്യൂമറുകളെ എണ്ണത്തിലും അവയുടെ വളർച്ചയിലും വലിയ കുറവുണ്ടായി. ക്യാൻസർ കോശങ്ങളെ സ്വയം നശിപ്പിക്കാനുള്ള പ്രക്രിയക്ക് കൂടുതൽ ഉണർത്താൻ ശേഷിയുള്ളതാണ് എന്ത്? ചക്ക. അതായത് ചക്ക ക്യാൻസറിൻ്റെ കോശങ്ങൾക്ക് വളരാണ്ട് സാധ്യത കുറക്കും. കീമോക്ക് ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിക്കവറായി വരും. എന്തുപയോഗിച്ചാൽ? ചക്ക ഉപയോഗിച്ചാൽ എന്ന്.
അമേരിക്കയിലെ പഠനം, US നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ്റെ പഠനം 2019 ചക്കയിൽ സമർത്ഥമായി അടങ്ങിയിട്ടുള്ള ലിഗ്നാനുകൾ, ഐസോഫ്ലേവോണുകൾ, സാപ്പോണിനുകൾ എന്നിവ ക്യാൻസറിന് കാരണമായ വിഷവസ്തുക്കളുടെ ആഘാതം കോശങ്ങളിൽ കുറക്കുന്നു. ചക്ക ഈ നല്ല ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള ലിഗ്നാനുകൾ, ഐസോഫ്ലേവോണുകൾ, സാപ്പോണിനുകൾ ഇതെല്ലാം ക്യാൻസറിന് കാരണമാകുന്ന വിഷഘടകങ്ങളെ ശരീരത്തിൽ നീക്കം ചെയ്തു. സാപ്പോണിനുകൾ ക്യാൻസർ കോശങ്ങളുടെ പുറം കവചത്തിൽ ഒട്ടിപ്പിടിക്കുകയും അവ ശരീരത്തിൽ പടരുന്ന് തടയുകയും ചെയ്യുന്നതായി അമേരിക്കയിലെ ജേണൽ US നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ കണ്ടെത്തിയിട്ടുണ്ട് 2019. ഇനി ഞാൻ ഇടിച്ചക്കയുടെ ഗുണത്തിലേക്ക് വരാം. നീട്ടി പറയുന്നില്ല. ഇടിച്ചക്കയുടെ ഗുണം എന്തൊക്കെയാണ്? ഇടിച്ചക്ക എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇടിച്ചക്ക എന്ത് ചെയ്യുമെന്നാൽ, ഇടിച്ചക്ക ഒരല്പം വേവിച്ചിട്ട് പിന്നെ ഈ ഉരലിലിട്ടിട്ട് ഇടിച്ചിട്ട് പിന്നെ അതിനെ നല്ല ചില ഘടകങ്ങൾക്ക് കൂട്ടി തോമിച്ച് വൃത്തിയാക്കും, എന്ന് ഭംഗി കഴിക്കാമെന്നൊരു. അതുകൊണ്ടാണ് ഇടിച്ചക്ക, ചക്ക വെച്ചിട്ട് ഒന്നും കൂടി ഇടിക്കും. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ഇടിച്ചക്ക എന്ന് പേര് വന്നത് എന്നാണ് പ്രമാണം. ഇടിച്ചക്ക എന്നാൽ ചക്കയുടെ ആദ്യത്തെ ഘട്ടം. ചക്കച്ചുളകളും കുരുവും പൂർണ്ണമായി വളരുന്ന, കുരു അതിന് വേറിട്ടും കിട്ടില്ല. കുരു അതിൻ്റെ തുടക്കത്തിലായിരിക്കും. അപ്പോൾ എല്ലാം കിട്ടും, മടലും ഒക്കെ. ഞാൻ ഒന്നും ഒഴിവാക്കണ്ടാവില്ല. ആകെ ചക്കയിൽ ഒഴിവാക്കുക അവിടെ എന്താണ്? അതിൻ്റെ മുള്ള്, മേലുള്ള മുള്ള് മാത്രം വരണ്ടി ഒഴിവാക്കും. ഇനി എല്ലാം നമ്മൾ അതിൽ എൻ്റെ മടലുകളുണ്ടല്ലോ, പിന്നെ കുരു ഒന്നും പുറത്തു പോയില്ല. ഈ കുരുവും മടലും ചുള്ളയും എല്ലാം കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? വെച്ചിട്ട് അതൊന്ന് ഇടിക്കും, എന്നെ ഉരലിട്ടിടിക്കും. പണ്ട് കാലത്ത് ഈ ചക്ക വേവിച്ച ശേഷം ഉരലിലിട്ട് ഇടിച്ച് തോരൻ വെക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇടിച്ചക്ക എന്ന് പേരുന്നത്. ഇപ്പം അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ, ചക്ക പൂർണ്ണമായി വളരുന്നതിന് മുമ്പുള്ള ഘട്ടമായതിനാൽ ഇതിന് മധുരം ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് ഷുഗർ രോഗിക്കും എന്ത് കഴിക്കാം? ഇടിച്ചക്ക കഴിക്കാം. മധുരം തീരെ ഉണ്ടാവില്ല. അപ്പം ഈ ചക്ക വളർന്നാൽ, അതായത് പച്ചച്ചക്കും എന്തുണ്ടാവും? ഒരു മധുരം ഉണ്ടാവും. അപ്പം ചക്കയിൽ നേരത്തെയാണ് ഗുണം കൂടുക. മനസ്സിലായില്ല? തുടങ്ങിയ ഘട്ടം അതാണ് ഇടിച്ചക്ക. ആ ഘട്ടത്തിലാണ് ഗുണം കൂടുക. പിന്നെ ഇടിച്ചക്ക, ചക്ക, പിന്നെ പഴുത്തക്ക, ഇങ്ങനെ 3 ഘട്ടമാണുള്ളത്. അതിൽ ഏറ്റവും നല്ല ഘട്ടം ഏതാണ്? അതിന് മധുരത്തിൻ്റെ ഒരു ബേസ്മെൻറ്റ് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് പ്രമേയ രോഗികൾക്കും എന്ത് പറ്റും? ഇടിച്ചക്ക പറ്റും. പൂർണ്ണമായി വളരുന്ന മുമ്പുള്ള ഘട്ടമായ ഇതിൽ മധുരം തീരെ ഉണ്ടാവില്ല. പകരം ധാരാളം നാരുകളും ഔഷധ ഗുണങ്ങളും ഉണ്ടാവുന്നു. ഇടിച്ചക്കയിൽ ഇടിച്ചക്ക പ്രമേയം നിയന്ത്രിക്കും. ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ കഴിയും ഇടിച്ചക്കക്ക് എന്ന്. പച്ചച്ചക്കയേക്കാളും ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞ ഒന്നാണ് ഇടിച്ചക്ക. ഇത് കഴിക്കുന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നതിന് തടയും. ഇടിച്ചക്ക കഴിച്ചാൽ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും മികച്ച ഭക്ഷണം ഇടിച്ചക്കയാണ്. ഇടിച്ചക്ക വണ്ണം കുറക്കാൻ സഹായിക്കും. വണ്ണം കുറക്കാൻ വേണ്ടി ഇപ്പോൾ പെണ്ണുങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയാണ്ട് ഗുളിക വാങ്ങി കുടിക്കുക. വണ്ണമൊക്കെ കുറയും, പക്ഷെ എണ്ണവും കുറയും. പെട്ടെന്ന് കബർക്കണ പോകും. മെഡിക്കൽ സ്റ്റോറിൽ പോയാണ്ട് ഗുളിക വാങ്ങി കുടിച്ചാൽ. ഇടിച്ചക്ക സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് വണ്ണം കുറയും. ഇടിച്ചക്ക സ്ഥിരമായി കഴിക്കുക. പറയാൻ മനസ്സിലാവണില്ലേ? ശ്രദ്ധിക്കണം. വണ്ണമുള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അവർ ചെയ്യുന്ന സാധനമാണ്. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇടിച്ചക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് എന്ത് കുറയും? എന്ത് കുറയും? വണ്ണം കുറയും. അമിതമായ വണ്ണം, പൊണ്ണത്തടി കുറയാൻ ഏറ്റവും നല്ല സാധനമാണ് എന്ത്? ഇടിച്ചക്ക സ്ഥിരമായി കഴിക്കുക. ഇടിച്ചക്ക മുതര നല്ല സാധനമാണ്. വണ്ണം കുറയാൻ പറ്റിയ സാധനമാണ് എന്ത്? കരുത്ത് കൂട്ടും. ഇടിച്ചക്ക മുതര കൊടുക്കുന്ന സാധനം ആരാ? ജീവികളിൽ ഏറ്റവും കൂടുതൽ മുതര കൊടുക്കലേ കുതിരക്ക്. കുതിരൻ്റെ ശക്തി പറയാം. അതുകൊണ്ടാണല്ലോ ഹോഴ്സ് പവർ ഉണ്ടായത്. ഹോഴ്സ് പവറാണല്ലോ കരുത്തിൻ്റെ ഒരു അളവ്. കുതിരക്ക് കൊടുക്കുന്നതാണ് മുതിര. നല്ല ഓടുന്ന കുതിരക്ക് കൊടുക്കുന്നതാണ് എന്ത്? മുതിര. എൻ്റെ തറവാട്ടിൽ കാളപൂട്ടിൻ്റെ കാളലുണ്ടായിരുന്നു. വല്യപ്പാൻ്റെ കാലത്ത്, ബാപ്പാൻ്റെ കാലത്തുണ്ടായിരുന്നു. കാളപൂട്ടിന് മുതിര മാത്രം കൊടുക്കുക. മുതിര വെച്ചാൽ കൊടുക്കും. മുതിര വെച്ചാൽ കൊടുത്തിട്ട് മുതിര പാത്രത്തിലാക്കി കൊടുക്കും. എന്നിട്ട് ആ വെള്ളം അവറ്റ കുടിക്കും. അതങ്ങനെ തിന്നും. മുതിര ഭയങ്കര കരുത്ത്.
ഇടിച്ചക്ക ഈ മുതിരയും കൂട്ടിയിട്ട് വെച്ചിട്ട് ഒരു പരുവത്തിലാക്കും. ഞാൻ എനിക്ക് തോന്നുന്നത് ഇത് ഒരലിട്ട് ഇടിച്ചിട്ട് നല്ലൊരു പരുവത്തിലാക്കും. ഈ മുതിരക്കൊരു പ്രശ്നമുണ്ട്. മുതിര പിന്നെ വെന്താലും പാകപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കരുത്താണ് അതിന് കാരണം. അതായത് ആമാശയത്തിൽ അതിനെ ദഹിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുതിര. അപ്പം നല്ലതാണ് എന്ത് ഇടിച്ചക്കയും മുതിരയും കൂടി ഒന്ന് ഇടിച്ച് പരുവപ്പെടുത്തും. കുന്താണിയിലോ ഒരലിലോ അല്ലെങ്കിൽ ഇപ്പോൾ കല്ലൊരലുണ്ടല്ലോ ഒന്ന് ഇടിക്കുക. എന്നിട്ട് അതിനൊന്നും കൂടി തോമിച്ച് വൃത്തിയാക്കുക. ശർക്കര ആകണം. ശർക്കര പറ്റും. ഇടിച്ചക്കയും മുതിരയും ശർക്കര ഇട്ട് ഉപയോഗിക്കാം. രസം പറയണ്ട. എന്താ രസം എന്നോട് പറയണ്ട. മുതിര പഴയ കാലത്ത് മുതിര എന്ത് ചെയ്യുന്ന മുതിര ശർക്കര ഇന്നത്തെ ശർക്കരയല്ല, ശർക്കര. ഇന്ന് ശർക്കര തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പ്രശ്നമാണ്. അത് ശർക്കരയാകണം. മനസ്സിലായില്ലേ? ശർക്കരയാണെന്ന് ഉറപ്പ് വരുത്തണം. ശർക്കരയാകുമ്പോൾ വില കൂടും. മനസ്സിലോട്ട് പറഞ്ഞത്. പഴയ കാലത്ത് മുതിര വെക്കും. മുതിരയിൽ എന്ത് ചെയ്യുന്നറിയാം? മുതിര ഒന്ന് ഉടക്കും. എന്നിട്ട് ഉടച്ചിട്ട് അതിലേക്ക് എന്തിടും? ശർക്കര ഇടും. എന്താ അതിൻ്റെയൊക്കെ രസം! ഓ, അത്ര രസമുള്ളൊരു ഭക്ഷണം എന്താ! മുതിരയിൽ അതിന് ചാറുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്ത് അതിന് ചാറുണ്ട്. അല്ലാ, എന്താ അതിൻ്റെ രസം! തേനൊക്കെ മാറ്റി വെക്കും. അവർക്ക് കഴിക്കുമ്പോൾ പ്രമേയ രോഗികൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. പറ്റും. ശർക്കര ഉപയോഗിക്കുന്നതിന് ഒഴിവാക്കുക. ഇതൊന്ന് പിന്നെ ഒന്ന് പാത്രത്തിലിട്ട് കുറച്ച് പിന്നെ എന്ത് ചെയ്താൽ മതി? കടുക് പൊട്ടിച്ചൊന്നൊരു വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ മതിയല്ലോ. നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. ഇടിച്ചക്കയും മുതിരി ശരീരത്തിൽ കരുത്ത് കൂട്ടും, പൊണ്ണത്തടി കുറക്കും. എന്ത്? ഇടിച്ചക്കയും മുതിരിയും ഉപയോഗിക്കുക. ഭയങ്കര കരുത്ത് കൂട്ടും. എല്ലാ കരുത്തുണ്ടാവും. പൂണ്ടിക്ക് കരുത്തുണ്ടാവും. ആ പൊതളിപ്പാണ് പോവുകയും ചെയ്യും. കിസ്തിന് രണ്ടും വേറെ വേവിക്കുക. എന്നിട്ട് ഇടിച്ച് ഒന്നിച്ച് കൂട്ടുക. എന്നിട്ട് പിന്നെ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം. ഈ പറഞ്ഞ മതി. നല്ല ശർക്കര ഉപയോഗിച്ച് പ്രമേയൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. നീ എങ്ങനെ ഉപയോഗിക്കാം? കുറച്ച് തൂമിച്ചത് ഇങ്ങനെ ഉപയോഗിക്കാം. എന്താണെങ്കിലും അത് മുതലായ സാധനം. അതൊരു മുതല. അമിതവണ്ണം കുറക്കും. ഇടിച്ചക്കയിൽ കലോറി വളരെ കുറവാണ്. നാരുകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരോഗ്യത്തിന് കരുത്ത് കൂടും. കുറച്ച് കഴിച്ചാൽ തന്നെ വയർ നിറഞ്ഞായി തോന്നും. ഇടിച്ചക്കൻ്റെ ഗുണമാണത്. ഇടിച്ചക്ക വിശപ്പ് തോന്നുന്ന തടയുന്നതിനാൽ ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഉത്തരമാണ് ഇടിച്ചക്ക. കുടലിൻ്റെ ആരോഗ്യം ഉണ്ടാവും, ദഹനം ഉണ്ടാവും. കുടലിൻ്റെ ആരോഗ്യം കൂടും എന്ത് കഴിച്ചാൽ. ഇന്ന് കുടലിന് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, നിങ്ങൾ ഇന്നത്തെ ആളുകൾ എന്ത് ഉപയോഗിക്കണ്ട, ഈ എന്താ പറയുക, മുരിങ്ങ. കുടലിന് ആരോഗ്യമുള്ളവർ ഉപയോഗിക്കേണ്ടതാണ് എന്ത്? മുരിങ്ങ ഭയങ്കര കരുത്തുള്ള സാധനമാണ്. ബുദ്ധിമുട്ടാണ്. നമ്മൾ അത് പാകപ്പെടുത്തിയിട്ടല്ലാതെ മുരിങ്ങ ഉപയോഗിക്കരുത്. കാരണം പണിയില്ല, കുടലിന് ആരോഗ്യമില്ല. കുടലിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. ആമാശയത്തിൻ്റെ കുടലിൻ്റെ ആരോഗ്യം വർദ്ധിക്കും എന്തുപയോഗിച്ചാൽ? ഇടിച്ചക്ക ഉപയോഗിച്ചാൽ. ദഹനം കൂടും. ഉയർന്ന നാരുകൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി തടയും. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇടിച്ചക്ക സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് വയറിളക്കേണ്ട ആവശ്യം ഇല്ല. ലൂസായി എല്ലാം പുറത്തേക്ക് പോകും.